വീഡിയോ മലയാളത്തിൽ ഫ്രീ ആയിട്ട് ചെയ്താലോ? പഠിത്തമോർത്തുള്ള ടെൻഷൻ എല്ലാം ഇപ്പൊ മാറി. ഞങ്ങൾ ലാ സ്കൂൾ ട്യൂഷൻ സെന്ററിൽ ചേർന്നതോടെ എല്ലാം എളുപ്പമായി. അവർ പഠിപ്പിക്കുക മാത്രമല്ല, അവന് നല്ല ആത്മവിശ്വാസവും നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ പുതിയ ലോകത്ത് നിങ്ങൾ പിന്നിലാണെന്ന് തോന്നുന്നുണ്ടോ? മികച്ച AI ടൂളുകൾ മലയാളത്തിൽ തന്നെ പഠിച്ചാലോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ KL Forward സന്ദർശിക്കണം. ഏറ്റവും പുതിയ AI സാങ്കേതിക വിദ്യകൾ വളരെ ലളിതമായി നമ്മുടെ സ്വന്തം ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണിത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗൂഗിൾ വിഡ്സ് ആണ്. ഗൂഗിൾ വിഡ്സ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ മാത്രമല്ല ഈ ഒരു ടൂൾ ഉപയോഗിക്കാൻ സാധിക്കുക, മറ്റു അനേകം ഫീച്ചേഴ്സ് ഉണ്ട്. നിലവിൽ ഇത് ആപ്പായിട്ടൊന്നും ലഭ്യമല്ല, ബ്രൗസറിൽ മാത്രമുള്ളൂ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ ഗൂഗിൾ വിഡ്സ് എന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ശേഷം ഗൂഗിൾ വിഡ്സ് ഓപ്പൺ ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, നമ്മുടെ ഇമെയിലുമായിട്ട് സൈൻ ഇൻ ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ വിഡ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ജനറേറ്റിംഗ് ടൂളുകളും അവൈലബിൾ ആണ്. VO3 അവൈലബിൾ ആണ്, അതാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ടൂൾ അവൈലബിൾ ആണ്, മ്യൂസിക് ക്രിയേറ്റ് ചെയ്യേണ്ട ടൂൾ അവൈലബിൾ ആണ്, അവതാർ ക്രിയേറ്റ് ചെയ്യേണ്ട ടൂളുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണാൻ സാധിക്കും. ഇത് VO3 വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമ്മൾക്ക് അവതാറാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് അവതാറിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ലിറിയ എന്ന് പറയുന്നത് മ്യൂസിക്കുകളാണ്. ഈ മ്യൂസിക്കുകളൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇത് മറ്റൊരു പ്രത്യേകത, നമ്മൾ ഗൂഗിൾ സ്ലൈഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്ലൈഡ് ഒരു വീഡിയോ രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നിലവിൽ ഗൂഗിൾ സ്ലൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൺവേർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗൂഗിൾ വിഡ്സിൽ, അതായത് നിങ്ങൾ ഉണ്ടാക്കിയ എൻ്റയർ പ്രസൻറ്റേഷൻ ഗൂഗിൾ വിഡ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റെക്കോർഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ വെച്ചിട്ട് വിത്ത് സ്ക്രീൻ ഷെയറിങ്ങോടെ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇനി നമ്മളുടെ ഡ്രൈവിൽ നിന്നോ അങ്ങനെ, അതായത് നമ്മൾ നോർമൽ ഇപ്പോൾ പ്രീമിയർ പ്രോയിലോ അല്ലെങ്കിൽ ക്യാപ് കട്ടിലോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന അതേപോലെ നമ്മൾക്ക് ഇവിടെയും അപ്ലോഡ് ചെയ്തിട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഓരോ പ്രത്യേകതകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, സ്ക്വയർ, ഈ ഏത് രൂപവും അല്ലെങ്കിൽ ഏത് മോഡലും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഈ ഗൂഗിൾ വിഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ അത്യാവശ്യം ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് 8 സെക്കൻഡിൻ്റെ ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാങ്ക് വിഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാങ്ക് വിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇൻ കേസ് നമ്മൾ ചെയ്ത ശേഷമാണ് നമ്മൾക്ക് സൈസ് മാറ്റണം എന്നുണ്ടെങ്കിൽ വീഡിയോ സൈസ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇവിടെ പോർട്രേറ്റ്, സ്ക്വയറിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി നമ്മൾ എഡിറ്റ് ചെയ്തത് പിറകിലേക്കും അൺഡു ചെയ്യാനും ഫോർവേഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ നോർമലി ഗൂഗിൾ സ്ലൈഡിലും അതേപോലെ തന്നെ ഉള്ള ഓപ്ഷൻസ് ആണ്. ഇവിടെ ഫയലുണ്ട്, എഡിറ്റ് ഉണ്ട്, വ്യൂ ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്. ഇൻസേർട്ടിൽ തന്നെ നമുക്ക് അവതാർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോകാം. വീഡിയോ ക്ലിപ്പുകൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോകാൻ സാധിക്കും. വോയിസ് ഓവർ, അതിനൊക്കെ ഇവിടെയും ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വലതുവശത്തും നമുക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇത് പിന്നെ നമ്മൾ നോർമലി ഓരോ ടാബായിട്ട് നമുക്ക് ഓരോ പാർട്ടുകളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പ്ലേ ബട്ടൺ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം നോക്കി വെക്കാം. അപ്പോൾ ഇവിടുന്ന് താഴെ നിന്നാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഫുൾ വീഡിയോ ഷോർട്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈസ് പോർട്രേറ്റൊക്കെ മാറ്റണം. അപ്ലൈ ചെയ്തു. ഇപ്പോൾ പോർട്രേറ്റിലായി. ഇനി നമ്മൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ്സ് വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി കുറേ വീഡിയോ എഡിറ്റിംഗ് ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുക എന്നുള്ളത് നമുക്കിവിടെ നോക്കാൻ സാധിക്കും. ടെംപ്ലേറ്റ്സിൽ വന്നിട്ട് നമുക്ക് ഓരോന്നുണ്ട്. സെയിൽസിന് വേണ്ടതുണ്ട്, മാർക്കറ്റിങ്ങിന് വേണ്ടതുണ്ട്, ഫിനാൻസ്, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാൻവയിലൊക്കെ ഉള്ള അതേ ഒരു ഫീച്ചർ ഗൂഗിൾ വിഡ്സിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഡിസൈൻ സ്റ്റൈല് മറ്റേ മോഡേൺ വേണോ, കളർഫുൾ വേണോ, പ്രൊഫഷണൽ വേണോ, അതൊക്കെ നമ്മൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിൽ ടീച്ചർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ എഡിറ്റിംഗ് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ആണ് വേണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്യാം.
ഓക്കെ. ഇനി ഇതിൽ ഏത് സ്ലൈഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ലൈഡ് വേണമെങ്കിൽ നമ്മൾ ഇൻസേർട്ട് സ്ലൈഡ് ക്ലിക്ക് ചെയ്തു. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ മറ്റ് പോർട്രേറ്റ് സൈസിലേക്കല്ല, ലാൻഡ്സ്കേപ്പിലേക്കാണ്. അപ്പോൾ ഞാൻ വീണ്ടും ലാൻഡ്സ്കേപ്പ് മാറ്റി. ഇനി എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇവിടെ നമ്മളുടെ വീഡിയോസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇമേജാണ്. ഇത് ഇൻസേർട്ട് ഓൾ സീൻസ് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സീന് ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇനി നമുക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മുമ്പ് എന്താ വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചുറ്റുഭാഗമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നത്. അതൊന്നും നമുക്ക് ഈ ഒരു ഗൂഗിൾ വിഡ്സ് വെച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇനി ടെക്സ്റ്റ് വേണമെങ്കിൽ, അതായത് ടെക്സ്റ്റുകൾ, ടൈറ്റിൽ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. സബ് ഹെഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഷേപ്പുകൾ, അതായത് നമുക്ക് റെക്റ്റാങ്കിൾസ്, ആരോസ്, അതൊക്കെ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റോക്ക് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾക്കിപ്പോൾ വീഡിയോസ്, ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോസ് വേണ്ടി വരും, പിക്ചേഴ്സ് വേണ്ടി വരും, സ്റ്റിക്കേഴ്സ് വേണ്ടി വരും, ഐക്കൺസ് വേണ്ടി വരും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മ്യൂസിക് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്സ്, സൗണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ സൗണ്ടുകൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഏത് ടൈപ്പിലുള്ള സൗണ്ടാണ് വേണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് ഒന്നും കൂടി ഈസിയായി. ഇനിയിപ്പോൾ ടൈപ്പിംഗ് ഞാൻ കൊടുത്തു, കീബോർഡ്. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ വന്നു. നമുക്ക് അവിടെ വന്നു. അപ്പോൾ ഇനി നമുക്കിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് എവിടെയാണോ സൗണ്ട് ആഡ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, സ്റ്റോക്കിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ സൗണ്ട് എഫക്ട്സ് ആണ്. നമ്മൾക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ട്, സൗണ്ട് എഫക്ട്സ് ഉണ്ട്, ഗിഫുകളുണ്ട്, ഗൂഗിൾ ഇമേജുകളുണ്ട്, വീഡിയോസ് ഉണ്ട്. അതായത് നമ്മൾ മുമ്പ് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ക്രോമിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം, യൂട്യൂബിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം, മറ്റു പല സോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതിൻ്റെയും ഫയലുകൾ അല്ലെങ്കിൽ സോഴ്സുകൾ കണ്ടെത്തിയത്. ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ വേണമെങ്കിൽ ഇൻസ്റ്റ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ വീഡിയോസാണിത് പോകുന്നത്. ഓൾ കൊടുത്തു. ഓൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കാം. ഇൻസ്റ്റഗ്രാം പിക്ചേഴ്സ് വരുന്നുണ്ട് നോക്കാം. ഇത് വീഡിയോസാണ്, ഇത് സ്റ്റോക്ക് ഇമേജുകളാണ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് വന്നു. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എക്സ്റ്റേണൽ ടൂളുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് സ്റ്റോക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെക്കോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. അല്ല ഇനി നമുക്ക് സ്ക്രീനും, ക്യാമറ വിത്ത് സ്ക്രീൻ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. വെറും സ്ക്രീൻ ആണെങ്കിൽ അത് മാത്രം, വോയിസ് ഓവർ ആണെങ്കിൽ അത് മാത്രം. ഇതും ശരിക്കും, അതായത് നമ്മൾ മുമ്പ് പല പ്ലാറ്റ്ഫോം വെച്ചിട്ടായിരുന്നു ഇതിൽ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാതും ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പുതിയൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ AI റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ചെറിയ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇമേജ് എന്നുള്ളത് നമ്മൾക്ക് നോർമൽ, ഇപ്പോൾ എന്ത് പിക്ചേഴ്സ് വേണമെങ്കിലും നമ്മൾ ജെമിനൈയിൽ പോയിട്ടും ജെമിനൈൻ്റെ ഇമേജ് ക്രിയേഷൻ വെച്ചിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരള ബോയ് വാക്കിംഗ് എറൗണ്ട് എ ട്രീ. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേക്കാം. ഇപ്പം നമ്മൾ എൻ്റർ അടിച്ചു, ഇമേജ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ചിലപ്പോൾ ജെമിനൈയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സമയം എടുക്കുന്നുണ്ട്. ഇവിടെ കമ്പാരിറ്റീവ്ലി സമയം കുറവാണ്. അത് വീഡിയോ ക്രിയേഷനിലാണ് എനിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്ത്. ഇപ്പോൾ ഇവിടെ ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതേപോലത്തെ അടുത്തൊരു ഫംഗ്ഷനാണ് മ്യൂസിക് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ. നമുക്ക് ജനറേറ്റ് ആയി. ഇനി അത് നമുക്ക് ഇവിടെ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പോൾ ഏത് രീതിയിലുള്ള ഇമേജുകളും നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അടുത്തത് മ്യൂസിക് എന്നുള്ള ഫംഗ്ഷനാണ്. മ്യൂസിക്കും നമ്മൾ മുമ്പൊരു വീഡിയോ ഇതിൻ്റേതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക് നമുക്ക് ജെമിനൈയിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പോയിട്ട് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം നമ്മൾക്ക് വരുന്നില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ജെമിനൈ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ടൂൾസിൽ പോയിട്ട് ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു 30 സെക്കൻഡിൻ്റെ മ്യൂസിക്സ് ആണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഇവിടെ
വിഡ്സിൽ ഗൂഗിൾ വിഡ്സിൽ ഫുൾ സോങ് വരെ, അതായത് 2.5 മിനിറ്റിൻ്റെ സോങ്സുകൾ വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിൾ ഒരു റാപ്പ് സോങ് അല്ലെങ്കിൽ ക്യാൻ യു മേക്ക് എ റാപ്പ് സോങ് എബൌട്ട് കേരള ബ്യൂട്ടി ഇൻ മലയാളം. ഓക്കെ, നമുക്ക് ഒരു സോങ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഫുള്ള് വേണ്ട, 30 സെക്കൻഡ്സിൻ്റെ മതി. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഫാസ്റ്റാണ്. ജെമിനൈനെ വെച്ച് നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വി ഗോട്ട് ദ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, സ്വന്തം നാടു കേരള ഭാഗ്യം പ്രാകൃതി അഴകിൻ അത്ഭുത സാഗരങ്ങൾ പച്ച. ഇത് മ്യൂസിക് അത്ര സെറ്റല്ല, ബിക്കോസ് മൈ പ്രോംപ്റ്റ് ഈസ് നോട്ട് ഗുഡ്. എൻ്റെ പ്രോംപ്റ്റ് നല്ലതല്ലാത്തതുകൊണ്ടാണ് ഈ മ്യൂസിക് ആ രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്കും, അതായത് ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ സൗണ്ട് ആഡ് ചെയ്യാം, മ്യൂസിക് ആഡ് ചെയ്യാം, വോയിസ് ഓവർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് കൊടുത്തിട്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അതൊരു AI അവതാരം നിങ്ങൾക്ക് വായിച്ച് തരണം. അതിൻ്റെ സൗണ്ട് മാത്രം വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ടെക്സ്റ്റ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഏത് വോയിസ് ഓവർ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവതാറിൻ്റെ ഓപ്ഷനാണ്. ഇതും ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അവതാരം നമുക്കിവിടെ ഓരോ അവതാരണം നമുക്ക് ഏത് അവതാറിനെയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിലവിൽ നമ്മുടെ അവതാറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അത് നിലവിൽ ഹേജനിൽ മാത്രമേ ഉള്ളൂ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് അവതാരമാണ് വേണ്ടിച്ചെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അവരെന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അവതാറിൻ്റെ വീഡിയോ മേക്ക് ചെയ്യും. Are you feeling left behind in the world of artificial intelligence? Want to master advanced AI tools, but in Malayalam? Welcome to KL Forward. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ കമ്പനിയുടെയൊക്കെ ഫ്രീ ആയിട്ടുള്ള അവതാർ വീഡിയോസ് സിമ്പിളായിട്ട് മേക്ക് ചെയ്യാം. ഇപ്പോൾ അക്ഷയ സെൻറ്റേഴ്സ് നടത്തുന്ന ആളുകൾക്ക് അവരുടെ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. നിലവിലെ മലയാളത്തിൽ ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷേ ഈ ഒരു ലിമിറ്റ് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തേക്ക് ആ പ്രശ്നവും തീർന്നിട്ടുണ്ടാകും. പിന്നെ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള പുതിയൊരു ഫംഗ്ഷനാണ് വ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് മേക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും വീഡിയോസിൻ്റെ ഫംഗ്ഷൻസ് ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. ഇത് ജെമിനൈയിലൊന്നും പോയാലും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കാണാൻ സാധിക്കില്ല. അപ്പോൾ ജെമിനൈ ഓപ്പൺ ചെയ്ത ശേഷം ടൂൾസിൽ ക്രിയേറ്റ് എ വീഡിയോ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള സൈസിലാണ് വീഡിയോ മേക്ക് ചെയ്യുന്നത്. ഈ ക്രിയേറ്റ് എ വീഡിയോ എന്നുള്ള ഫംഗ്ഷൻ നിലവിൽ പ്രോ യൂസേഴ്സിന് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മുമ്പ് ഫ്രീ യൂസേഴ്സിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പ്രോ യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഒക്കെ മാറ്റാൻ സാധിക്കും. പിന്നെ ഇനി നമ്മൾ നേരത്തെ കണ്ട അവതാർ വെച്ചിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത വീഡിയോ എങ്കിൽ അതും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്യാരക്ടറിൻ്റെ ഇമേജ് ഫയൽ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 വീഡിയോസ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് തുടക്കത്തിൽ കാണിച്ചു തന്ന ആ ഒരു വീഡിയോ ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് പ്രോ വേർഷൻ ഉണ്ട്. അപ്പോൾ പ്രോ വേർഷനിലല്ല, നമ്മൾ പ്രോ വേർഷൻ അല്ലാതെ ഫ്രീ വേർഷനിൽ ജസ്റ്റ് ഒന്ന് കയറി വെക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ മറ്റൊരു ജിമെയിൽ തുറന്ന്, ഓക്കെ, ഇനി ഇവിടെ ഗൂഗിൾ വിഡ്സ്, ഇവിടെ പ്രോ വേർഷൻ ഇല്ല, ബേസിക് വേർഷനാണ്. ഗൂഗിൾ വിഡ്സ് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാതും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഫ്രീയിൽ ചില ഫീച്ചേഴ്സ് അവൈലബിൾ അല്ല. അവതാർ ഫീച്ചേഴ്സ് ഫ്രീയിൽ അവൈലബിൾ അല്ല. ഓക്കെ, വ്യൂ ഓപ്ഷൻ നമുക്കുണ്ട്, 8 സെക്കൻഡാണ്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഇനി നമ്മൾ ജനറേറ്റ് കൊടുത്തു. നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വീഡിയോ ക്രിയേഷൻ ഒന്നുകൂടി ഫാസ്റ്റാണ്. അതായത് ജെമിനൈനെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോ ക്രിയേഷൻ ഫാസ്റ്റാണ്. ജെമിനൈയിൽ അത്യാവശ്യം ഒരു 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ സമയം എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രോംപ്റ്റും കൂടിയും കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇവിടെ എൻ്റെ പ്രോ വേർഷനിലും ജസ്റ്റ് പേസ്റ്റ് ചെയ്തു ജനറേറ്റ് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഇവിടെ 56%, ഇവിടെ 8%.
ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് ഫ്രം എ സ്ക്രാച്ചും ഉണ്ട്, ആനിമേറ്റ് ആൻഡ് ഇമേജ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ സ്വീകരിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ പല ഫീച്ചേഴ്സും അറിയില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ക്രിയേഷന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പല ടൂളുകൾ ഉപയോഗിക്കേണ്ടത്, എല്ലാ ടൂളുകളും ഇവിടെ ഒറ്റയടിക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. See, we got the video. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പഠിത്തമോർത്തുള്ള ടെൻഷൻ എല്ലാം ഇപ്പൊ മാറി. ഞങ്ങൾ ലാ സ്കൂൾ ട്യൂഷൻ സെന്ററിൽ ചേർന്നതോടെ എല്ലാം എളുപ്പമായി. അവർ പഠിപ്പിക്കുക മാത്രമല്ല, അവന് നല്ല ആത്മവിശ്വാസവും നൽകി. പഠിത്തമോർത്തുള്ള ടെൻഷൻ എല്ലാം ഇപ്പൊ മാറി. ഞങ്ങൾ ലാ സ്കൂൾ ട്യൂഷൻ സെന്ററിൽ ചേർന്നതോടെ മലയാളമൊക്കെ ഏകദേശം അക്യുറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രീ വേർഷനിലാട്ടോ. ഫ്രീ വേർഷനിൽ നമുക്ക് 3, 4, 5 തവണയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ വേർഷനിലും നമുക്ക് വീഡിയോസ് മേക്ക് ചെയ്യാൻ സാധിക്കും. 3, 4 തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. കാരണം എന്താ വെച്ചാൽ മുമ്പ് ജെമിനയിൽ നമുക്ക് 3 തവണ മാത്രമുള്ള ഒരു ദിവസം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ പുതിയ ലോകത്ത് നിങ്ങൾ പിന്നിലാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് നമ്മൾ പ്രോല് ചെയ്തതാണ്. ഇവിടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല രീതിയിൽ വീഡിയോ ക്രിയേഷന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ക്യാരക്ടറിൽ കൺസിസ്റ്റൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ജെമിനൈ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യലെന്ന് വെച്ചാൽ, ജെമിനൈയിൽ പോകും, എന്നിട്ട് കാര്യം പറഞ്ഞു കൊടുക്കും. അതായത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ അതിന് വേണ്ട പ്രോംപ്റ്റ് നീ മേക്ക് ചെയ്ത് തരണം എന്ന് പറയും. അപ്പോൾ ആദ്യം തന്നെ അതിനോട് പറയണം, ആ ഒരു ക്യാരക്ടർ നിർമ്മിക്കേണ്ട പ്രോംപ്റ്റും തരാൻ പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്യാരക്ടറിനെ ഇമേജ് ജനറേറ്റ് ഇവിടെ നമ്മൾ കാണിച്ചു തന്നല്ലോ, ഈ ഒരു ഫംഗ്ഷൻ ഇമേജ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുക. ശേഷം നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഫംഗ്ഷനിൽ ആ ഇമേജ് കൂടി അറ്റാച്ച് ചെയ്യുക. അല്ല, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഓക്കെ ആയി എന്ന് തോന്നി, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആ ടൂളിന് മനസ്സിലാവും നമ്മൾ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ മേക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി വീഡിയോ ക്രിയേഷനിൽ കൺസിസ്റ്റൻറ്റ് കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് വീഡിയോൻ്റെ ഇടയ്ക്ക് പറയാനുള്ളത്, വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള AI അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഗൂഗിൾ വിഡ്സിലാണ് ശരിക്കും പറഞ്ഞാൽ VO3 ഇത്രത്തോളം ലിമിറ്റ് ഇല്ലാതെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.